ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90ാം ജന്മദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ധരംശാലയിൽ നടന്ന ആഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. അനുകമ്പയും സമാധാനവും പുലർത്തണമെന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് ദലൈലാമ. ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ഇന്ത്യയിലെ ആസ്ഥാനമായ മക്ലിയോഡ്ഗഞ്ചിലെ തക്ചൻചോലിംഗ് ബുദ്ധമത ക്ഷേത്രത്തിൽ നടന്ന ദലൈലാമയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പേരാണ് ഒഴുകിയെത്തിയത്. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ലല്ലൻ സിംഗ്, അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു, വിദേശ പ്രതിനിധികളടക്കം നിരവധി പേർ ചടങ്ങിനെത്തി. തന്നെ കാണാൻ എത്തിയവർക്ക് നന്ദി അറിയിച്ച ദലൈലാമ ടിബറ്റൻ സംസ്കാരവും പൈതൃകവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. ദലൈലാമയുടെ ഏത് തീരുമാനത്തിനും ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു, ദലൈലാമയുടെ പിൻഗാമിയെ സംബന്ധിച്ചും ടിബറ്റിലെ ചൈനീസ് അധിനിവേശം സംബന്ധിച്ചും ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് ദലൈലാമയുടെ ജന്മദിനം വിപുലമായി ആഘോഷിച്ചത്. വർണ്ണമനോഹരമായ ടിബറ്റൻ കലാ സാംസ്കാരിക പരിപാടികളും ചടങ്ങിൽ അവതരിപ്പിച്ചു. ചൈനീസ് അതിക്രമങ്ങൾക്ക് അഹിംസയിലൂടെ പ്രതിരോധം തീർത്ത് കലുഷിതമായ കാലത്ത് തന്റെ ജനതയെ ശാന്തിയിലേക്ക് നയിച്ച ദലൈലാമ 90ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആശംസകളുമായി ഈ കുന്നിൻ മുകളിൽ എത്തുകയാണ്. ധരംശിലയിലെ ദലൈലാമ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.